ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, ബാബു സാറാണേ. നമ്മൾ വ്യാകരണത്തിന്റെ 2 എപ്പിസോഡുകൾ നമ്മൾ ഇതിനു മുൻപ് കണ്ടിരുന്നു. അത് ഏതായിരുന്നു? പദബന്ധ് എന്ന വ്യാകരണമായിരുന്നു പഠിച്ചത്. എന്താണ് പദബന്ധ്, എങ്ങനെയൊക്കെയാണ് പദബന്ധ് ഉള്ളത്, എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ നമ്മുടെ പരീക്ഷയിൽ ചോദ്യ പേപ്പറിൽ വരുന്നത് പോലുള്ള മോഡലുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഓരോ ചോദ്യം കാണുന്ന സമയത്ത് അത് ഏത് പദബന്ധിൽ വരുന്നുവെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ 2 എപ്പിസോഡ് കണ്ട ആളുകൾക്ക് പറയാൻ കഴിയും. ഇല്ലാത്ത ആളുകൾ ആ 2 എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇതൊന്നുകൂടി വ്യക്തമായി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പദബന്ധം എന്താണെന്നൊക്കെ പറഞ്ഞു. പദബന്ധിന് നമ്മൾ എന്താണ് 5 ഭേദങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സഖ്യാ പദബന്ധ്, സർവനാം പദബന്ധ്, വിശേഷൺ പദബന്ധ്, ക്രിയാ പദബന്ധ്, ക്രിയാ വിശേഷൺ പദബന്ധ്. ഈ 5 വിഭാഗങ്ങളിൽ ഒരു പദബന്ധ വാക്യം കണ്ടു കഴിഞ്ഞാൽ ഏതാണ് ഏതിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വരുന്നത്. ഒരു ചോദ്യം നോക്കൂ. ഇങ്ങനെയാണ് ചോദ്യം തന്നിരിക്കുന്നത്. മക്കളെ നോക്കൂ. നിമ്നലിഖിത് രേഖാങ്കിത് പദബന്ധ് കോൺസാഹേ. താഴെ തന്നിരിക്കുന്ന രേഖ അടയാളപ്പെടുത്തിയ പദബന്ധം ഏതിൽ പെടുന്നു എന്നാണ്. നിമ്നലിഖിത് എന്ന താഴെ എഴുതിയിരിക്കുന്ന രേഖാങ്കിത്, രേഖ അടയാളപ്പെടുത്തിയ പദബന്ധ വാക്യം ഏതിൽ പെടുന്നു? മേരി എൻ്റെ ചോട്ടി ബഹൻ. ആ സെന്റൻസ് നോക്കൂ. മേരി ചോട്ടി ബഹൻ ബഹുത് ബീമാർ ഹെ. വല്ലാത്ത രോഗിയായി നിൽക്കുന്നു. ഈ അടിയിൽ വരച്ചത് മേരി ചോട്ടി ബഹൻ എന്നുള്ളതാണ്. ആ വാക്യത്തിലെ ഏത് പദബന്ധമായി വരുമെന്നാണ്. അപ്പൊ നമ്മൾ നോക്ക്, ഇവിടെ നോക്കൂ. മേരി ചോട്ടി ബഹൻ. ബഹൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ആണ്, അല്ലെ, സഹോദരിയാണ്. ആ സഹോദരി എന്ന് പറയുന്ന വാക്ക് എന്താണ്? ഒരു നൗണാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്താണ്? സഖ്യാണ്. അപ്പൊ അതെന്താണ്? സഖ്യാ പദബന്ധാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഖ്യാ പദബന്ധ് സർവനാമല്ല, വിശേഷണമല്ല, ക്രിയ അല്ല, ക്രിയാവിശേഷണമല്ല. ഈ വാക്യം ക്രിയാവാക്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ സിസ്റ്ററെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റർ ആണെങ്കിൽ നൗൺ ആണ്. അപ്പൊ നമുക്ക് അതിൽ ആൻസർ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് ഏതാണ്? സഖ്യാ പദബന്ധ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കൂ രണ്ടാമത്തത് നിങ്ങൾ നോക്കൂ. ചോട്ട് ഖായേ ഹുയേ. ചോട്ട് മുറിവ്, ഖായേ ഹുയേ മുറിവും പറ്റിക്കൊണ്ട് തും നീ എങ്ങനെ ബലാ ക്യാ ഖേലേംഗെ. മുറിവ് പറ്റിയാൽ നിനക്ക് നല്ലതുപോലെ കളിക്കാൻ കഴിയുമോ എന്നാണ്. മുറിവ് പറ്റി നിനക്ക് നല്ലതുപോലെ കളിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഇവിടെ നോക്ക്, ആരാണ് കളിക്കേണ്ടത്? നീയാണ് കളിക്കേണ്ടത്. നീ എന്നുള്ള വാക്ക് എന്താണ്? ഒരു പ്രോനൗൺ ആണ്, തും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാക്ക് ഇവിടെ നൗൺ അല്ല, ഇവിടെ പ്രോനൗൺ ആണ്. അപ്പോൾ ചോട്ട് ഖായേ ഹുയെ മുറിവും പറ്റിച്ച് നീ ബലാ ക്യാ ഖേലേംഗെ നിനക്ക് നല്ലതുപോലെ കളിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ആ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് സർവനാം പദബന്ധാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ സർവനാം വന്നത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം? സർവനാം പദബന്ധ് എന്നുള്ളതിന് നമുക്ക് ടിക്കിടാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി അടുത്ത നിങ്ങൾ നോക്കൂ. നിരന്തരമായിട്ട് ബഹത്താ ഹുവ ഒഴുകുന്ന പാനി. പാനി എന്താണ്? വെള്ളമാണ്. സാഫ് ഓത്താഹെ വൃത്തിയുള്ളതാണ്. ഒഴുകുന്ന വെള്ളം വൃത്തിയുള്ളതാണ്. പക്ഷേ ഇവിടെ വെള്ളത്തെ എന്താക്കി പറഞ്ഞിട്ടുണ്ട്? പാനി എന്ന വാക്കിനെ നൗൺ ആണെങ്കിൽ പോലും അതിനെ തൊട്ട് ബാക്കിൽ നിരന്തര ബഹത്താ ഹുവ എന്ന് പറയുന്ന ഒരു വിശേഷണത്തോടു കൂടിയാണ് നൗണിനെ പറഞ്ഞിരിക്കുന്നത്. നൗണിനെ വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വിശേഷണ പദബന്ധായി മാറും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ബഹത്താ ഹുവ പാനി എന്നുള്ളത് കൊണ്ട്, പാനിയെ വിശേഷിപ്പിച്ചത് കൊണ്ട് ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ഏത് വരും? വിശേഷൺ പദബന്ധിലാണ് വരുന്നത്. ഓക്കെ, കൃത്യമായിട്ട് വിശേഷൺ പദബന്ധം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ അവിടെ കൃത്യമായി മനസ്സിലായവർക്ക് അവിടെ ഒരുപാട് ഉദാഹരണം പറഞ്ഞിരുന്നു. ഇന്ന് നമുക്കിത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നാലാമത്തെ നിങ്ങൾ നോക്കൂ മക്കളെ. പക്ഷി ആകാശ് മേ ഉഡ് രഹേ ഹെ. ഇവിടെ പറക്കുന്നത് ആരാണ്? പക്ഷിയാണ്. പക്ഷെ ഇതിൽ നടക്കുന്ന സെന്റൻസ് എന്താണ്? ഒരു പ്രവർത്തനമാണ്. പ്രവർത്തനത്തിന്റെ വാക്യത്തിന്റെ അടിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോ പക്ഷി ആകാശമേ, ആകാശത്തിൽ, ഇതിൽ വിശേഷണം നടക്കുന്നില്ല. ഓക്കെ, ഒരു നൗണിന്റെ പ്രവർത്തനമാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഉഡ് രഹേ ഹേ എന്ന് പറയുന്നത് എന്ത് വിശേഷണ പദബന്ധമാണ് ഈ വാക്യത്തിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് ഉഡ് രഹേ ഹേ എന്നുള്ളതുകൊണ്ട് പ്രവർത്തനമായതുകൊണ്ട് അതിനെ നമുക്ക് ക്രിയാപദബന്ധ് എന്ന് പറയാം. ഓക്കെ, ക്രിയാപദബന്ധ് മറക്കരുത്. ഇനി നമുക്ക് 5ാമത്തെ വിശേഷം നോക്കൂ. എങ്ങനെയാണത്? ചോട്ടാ ബച്ച, ചെറിയ കുട്ടി. രോത്താ ഹുവാ ധീരേ ധീരേ. രോത്താ ഹുവാ ധീരേ ധീരേ വിശേഷണമാണ്. രോത്താ ഹുവ എന്ന് പറയുന്നത്. ധീരേ ധീരേ എന്ന് പറയുന്ന വിശേഷണം. 2 വിശേഷണം. മാം കെ സാത്ത് പാസ്, അമ്മയുടെ അടുത്ത് ചലാകെ പോയി. ഇത്
അമ്മയുടെ അടുത്തേക്ക് പോയി. ചോട്ടാ ബച്ച മാം കെ പാസ് ചലാ ഗയ. ചെറിയ കുട്ടി അമ്മയുടെ അടുത്തേക്ക് പോയി. ഈ സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് രോത്താ ഹുവ ധീരെ ധീരെ എന്നാണ്. ഇവിടെ എന്തിനെയാണ്? ഒരു വ്യക്തിയെ അല്ല, പ്രവർത്തനത്തെയാണ് വിശേഷിപ്പിച്ചത്. നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയെ വിശേഷിപ്പിക്കുന്നു. വേഗത്തിൽ ഓടുക എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രവർത്തനത്തെ അമ്മ കുട്ടിയുടെ അടുത്തേക്ക് പോയി ചലാ ഗയ എന്ന് പറയുന്ന ക്രിയാവാക്യത്തിനാണ് കരഞ്ഞുകൊണ്ട് മെല്ലെ 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 അമ്മയുടെ അടുത്തേക്ക് പോയി. ആ പ്രവർത്തനവാക്യത്തിനാണ് പ്രാധാന്യം. അപ്പോൾ അത് പ്രവർത്തനത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിയാപദബന്ധ് എന്നതിനപ്പുറം വിശേഷണം കൂടി വന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ക്രിയാപദബന്ധ് എന്ന് പറയാം. ഓക്കെ മക്കളെ, ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയേണ്ടത്. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, ചോദ്യം വന്നിട്ട് ഇതുപോലെയാണ് തരിക. ഏതാണ് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ പദബന്ധ് എന്ന് പറയുന്നത് 3 എപ്പിസോഡ് വഴി നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നമ്മൾ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് വേറെ നമ്മൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ബേസിക് തിയറി കൃത്യമായി പഠിച്ച ഒരാൾക്ക് ഒരു സംശയമില്ലാതെ ഉത്തരങ്ങൾ എഴുതാൻ കഴിയും. ഇനി നമുക്ക് പദബന്ധ് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് പഠിക്കാനുള്ളത്, പദബന്ധ് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ളത് സമാസാണ്. ഓക്കെ, സമാസാണ്. അടുത്ത എപ്പിസോഡിൽ എന്താണ് സമാസ്, എങ്ങനെ സമാസ വാക്യങ്ങൾ ഉണ്ടാക്കാം, സമാസത്തെ തന്നിരിക്കുന്ന സമാസത്തെ ഏത് സമാസമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം, സമാസത്തിന് എത്ര ഭേദങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഹിന്ദി കൂട്ടുകാർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗംഭീരമായിട്ട് പഠിക്കുക. നമുക്ക് മുഴുവൻ മാർക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളുമായിട്ട് ഞാൻ വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ.